മീരയിൽ നിന്ന് അവന്റെ നോട്ടം ആദിലെത്തി നിന്നു. അൻഷിനുള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞു. അതിനുള്ള ഉത്തരങ്ങൾ ഊഹിച്ചെടുക്കാൻ പോലും അവനായിരുന്നില്ല. പറയേണ്ടതും അറിയേണ്ടതും ഏറെയാണിനി. പുറത്തേക്ക് വാൻഷ്, അപ്പു ഇറങ്ങട്ടെ. രുദ്രൻ അവനെ വിളിക്കുന്നതിനൊപ്പം തന്നെ ആദിയെയും ഒന്ന് നോക്കി. ഒരിക്കൽ കൂടി മീരയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആദിയും അവർക്ക് പുറകെ ഇറങ്ങിക്കൊണ്ട് ആ വാതിൽ ചാരി. മുന്നിലിരിക്കുന്നവർക്ക് പറയാനുള്ളത് എന്താണെന്ന ചിന്തയോടെ അൻഷ് അവരെ ഉറ്റുനോക്കി. ആദിയെ ആദ്യമായിട്ടാണ് അവൻ നേരിട്ട് കാണുന്നത്. രുദ്രനും ആദിയും തമ്മിൽ രൂപത്തിൽ പോലും പല സാമ്യതകളും തോന്നിപ്പോയവന്. രണ്ടുപേരുടെയും മാനറിസങ്ങൾ പോലും ഒരുപോലെ. ഒരു പട്ടാളക്കാരന്റെ കണ്ണുകൊണ്ട് അവരളന്ന് തിട്ടപ്പെടുത്തുകയായിരുന്നു അൻഷ്. ആ നിമിഷം ആദിയുടെ മിഴികൾ അവനിൽ തന്നെയായിരുന്നു. ഒരുപാട് ചോദ്യങ്ങളുണ്ട് അവനിൽ നിന്ന് തോന്നിയ ആദിക്ക്. രുദ്രനാണെങ്കിൽ എന്തു പറഞ്ഞു തുടങ്ങണം, എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നുള്ള അവസ്ഥയിലും. മൂന്നു പേർക്കുമിടയിൽ വല്ലാത്തൊരു അസുഖകരമായൊരു മൗനം തുടർന്നു പോകുന്നു ഏറെ നേരം. ഏട്ടാ പ്ലീസ് ഒന്ന് പറയാവോ? ഞാനും സത്യങ്ങൾ അറിയാത്ത എന്തൊക്കെ കാര്യങ്ങളാ നിങ്ങളുടെ ഉള്ളിലുള്ളത്? എന്തൊക്കെയാ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്നത്? ഇവൻ ആരാണ്? സൂര്യ? നമ്മുടെ സൂര്യാണോ? അപ്പൊ ആദിത്യവർമ്മ അത്? ഈ റാംസ് ഗ്രൂപ്പ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഏട്ടന്റെ പുറത്ത് ടാറ്റു ചെയ്തു വെച്ച ആ ഡ്രാഗൺ, അതിന്റെ അർത്ഥം എന്താണ്? കഥയറിയാതെ ആട്ടം കണ്ടെനിക്ക് മതിയായി. നമ്മുടെ അപ്പുവിനെ ഇവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ മാത്രം എന്ത് ബന്ധമുള്ളത്? എന്ത് വിശ്വാസമാണ്? ഏറെ നേരമുള്ള മൗനം അസഹ്യമായി തോന്നിയതും അറിയാതെ പൊട്ടിത്തെറിച്ചു പോയിരുന്ന അൻഷ്. ഉള്ളിലുള്ള ചോദ്യങ്ങളൊക്കെയും ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു തീർത്തവൻ. അവന്റെ ആ ദേഷ്യം ന്യായമാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ രുദ്രനും ആദ്യം പരസ്പരം നോക്കി. ഇരുവരും ദീർഘമായി ഒന്ന് വിശ്വസിച്ചു. എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യങ്ങൾ നീ വ്യക്തമായി കേൾക്കണം. അൻഷ്, ആദിത്യവർമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എവിടെ വെച്ചാണെന്നറിയോ? അൻഷിനെ നോക്കിയാണ് രുദ്രൻ പറഞ്ഞു തുടങ്ങിയത്. 2 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വെച്ച് നടന്ന കോമ്പറ്റീഷന് ശേഷം ഒരു ബ്രേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പോയത് എനിക്ക് ഓർമ്മയില്ലേ? രുദ്രൻ ചോദിച്ചതും ഓർമ്മകളിൽ ആ ദിവസങ്ങൾ തിരഞ്ഞവൻ. ഡൽഹിയിലായിരുന്നു താൻ. മഹൽ ഗ്രൂപ്പിന്റെ അടിത്തറയിളക്കി അത് നാശത്തിലേക്ക് ഊപ്പൂത്തി തുടങ്ങിയത് കണ്ട സന്തോഷത്തിന് തിരിച്ചടി പോലെ ഒരുവൻ അതിനെ താങ്ങി നിർത്തിയ സമയം. ആദിത്യവർമ്മ എന്ന പേര് ആദ്യമായി കേൾക്കുന്ന പോലും അന്നാണ്. നശിച്ചു തുടങ്ങിയ കമ്പനിയെ വെറും 6 മാസങ്ങൾ കൊണ്ട് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നവൻ. തങ്ങളുടെ ശക്തനായ എതിരാളി അവനാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എല്ലാം വീണ്ടും ഒന്നിൽ നിന്നും തുടങ്ങേണ്ടി വരുമെന്നുള്ള ദേഷ്യത്തിൽ തിരികെ ജോയിൻ ചെയ്ത സമയമാണ് ഏട്ടനൊരു ബ്രേക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു പോകുന്നത്. വർഷം 1 കഴിഞ്ഞിട്ടാണ് ഏട്ടൻ പിന്നെ തിരിച്ചു വരുന്നത്. മാസത്തിൽ വല്ലപ്പോഴും തേടിയെത്തുന്ന ടെക്സ്റ്റ് മെസ്സേജ് ചോദിച്ചാൽ ഏട്ടന്റെ മറ്റൊരു വിവരവും ഉണ്ടായിരുന്നില്ല. PAക്ക് പോലും അറിയില്ല ഏട്ടൻ പോയത് എവിടേക്കാണെന്ന്. പരമാവധി അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താനായില്ല. ഏട്ടന് കൂടി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതി ജീവിച്ച നാളുകൾ. ഞാൻ ആഫ്രിക്കയിലായിരുന്നു ആൻഷ്. എനിക്കൊരു ട്രീറ്റ്മെന്റ്. ഒരു നിമിഷം എന്തു പറയണമെന്നറിയാത്ത വിധ രുദ്രന്റെ ശബ്ദം നേർത്തു. അൻഷൊരു ഞെട്ടലോട് അവനെ നോക്കി ഇരുന്നു പോയി. ആ ട്രീറ്റ്മെന്റ് എന്താണെന്നും എന്തിനു വേണ്ടിയായിരുന്നു എന്ന് അവനറിയാം. ആ ടാറ്റുവിന് പുറകെയുള്ള രഹസ്യം തേടി ഇറങ്ങിയപ്പോൾ തന്നെ അത് മനസ്സിലായതാണ്. പക്ഷേ രുദ്രൻ അത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ശരിക്കും മനുഷ്യനെ ഞെട്ടിച്ചു കളഞ്ഞു. അത്രയും കഠിനമായ ട്രീറ്റ്മെന്റ് ആണ്. മരണത്തെ തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനെപ്പോലും മറികടന്നു വരേണ്ടി വരുമല്ലോ. അൻഷ്, നിന്നോട് ഞാനത് പറയാതിരുന്നത് അതറിഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഒരു നിമിഷം അൻഷിനെ നോക്കാനാവാതെ രുദ്രൻ മുഖം തിരിച്ചു. ആദിത്യവർമ്മ ഏട്ടൻ എങ്ങനെയാണ് പരിചയം? തീർത്തും ഗൗരവമേറിയ അവന്റെ ചോദ്യം. സ്വന്തം ജീവൻ പോലും പണയം വെച്ചുള്ള രുദ്രന്റെ ആ പ്രവൃത്തി എന്തുണ്ടോ അൻഷിനെ അംഗീകരിച്ചു കൊടുക്കാനായിരുന്നില്ല. ഞങ്ങൾ അവിടെ ഒരുമിച്ചായിരുന്നു ആൻഷ്. അൻഷിന്റെ ആ ചോദ്യത്തിനുള്ള മറുപടി നൽകിയത് ആദ്യമായിരുന്നു. അൻഷിന്റെ നോട്ട് അവന് നേരെ ചെന്നു. അതെ, ഞാനുണ്ടായിരുന്നു ആ ട്രീറ്റ്മെന്റ് എടുക്കാൻ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ ഭ്രാന്താണോ? ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അറിയിട്ടും ഒരു സോൾജറായി നീ ഇങ്ങനെ പറയാൻ പാടില്ല അൻഷ്. ദാറ്റ്സ് മൈ ഡ്യൂട്ടി. അതുപോലെയാണ് ഇത്. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണ്ടേ? ആദിയുടെ ചുണ്ടിൽ കുറുമ്പൊളിപ്പിച്ചു വെച്ച ഒരു പുഞ്ചിരിയാണ്. ഒരു നിമിഷം അൻഷ അവനെ ഉറ്റുനോക്കി നിന്നു. ചിരിക്കുമ്പോൾ തെളിയുന്ന കവിളിലെ നുണക്കുഴി അത്രയും പ്രിയപ്പെട്ടവനെ ഓർമ്മിപ്പിക്കും പോലെ. അവന്റെ നോട്ടം കാണി ആദിക്കും അത് മനസ്സിലായിരുന്നു. വേദനയോടൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ ആദി. രുദ്രന്റെ കണ്ണുമൊന്ന് നിറഞ്ഞു. നിനക്കും അപ്പൂനും കവിളിന്റെ ഡിമ്പിളുണ്ട് സൂര്യ. ഇറ്റ്സ് റിയലി ക്യൂട്ട്. എനിക്ക് ഈ ഒരു കാര്യത്തില് നിന്നോട് അപ്പൂനോട് അസൂയ തോന്നും. സൂര്യയെയും അവന്റെ മടിയിൽ കിടന്ന് മയങ്ങുന്ന കുഞ്ഞ് അപ്പൂനെയും നോക്കിക്കൊണ്ടാണ് അൻഷിന്റെ പറച്ചിൽ. ഗായുമ്മയും ദേവിയമ്മയും മൂവരെയും ഒരു ചിരിയോടെ നോക്കിയിരിപ്പുണ്ട്. ഈ കള്ളിപ്പെണ്ണ് ഉറങ്ങിയോ? ഇതെന്ത് മാജിക്കാണ് എന്തോ. ഇവന്റെ ചൂടും തട്ടിയാൽ മതി, ഏത് സമയമായാലും അവൾ ഉറങ്ങും പറഞ്ഞുകൊണ്ട് രുദ്രനും സൂര്യയുടെ ഇപ്പുറത്തേക്കിരുന്നു. 4 മക്കളെയും അവരുടെ സ്നേഹത്തെയും മനസ്സ് നിറയുന്ന സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് അമ്മമാരും. ഇനിയൊരിക്കലും തിരികെ കിട്ടാത്ത ഓർമ്മകളുടെ നോവിൽ ആ നിമിഷം അൻഷിന്റെ കണ്ണു നിറഞ്ഞു. സൂര്യാണോ നീ? ചോദിക്കുമ്പോൾ അൻഷിന്റെ നെഞ്ചിൽ ഒരു ഭാരം പോലെ, കണ്ണു മനസ്സ് ഒരുപോലെ പുകയുന്നു. മനസ്സാഗ്രഹിക്കുന്ന ഒരു ഉത്തരാവൻ തരണേ എന്നറിയാതെ പ്രാർത്ഥിച്ചു പോയിരുന്നു അൻഷ നിമിഷം.
സംശയമുണ്ടോ അച്ചു നിനക്ക്? മറുത്തൊരു ചോദ്യമായിരുന്നു അവനിൽ. ഒരു നിമിഷം ഞെട്ടലോടെ തറഞ്ഞു നിന്നു പോയിരുന്ന അൻഷ്. അച്ചു. അവന്റെ ആ വിളി മാത്രം വീണ്ടും വീണ്ടും കാതിൽ മുഴങ്ങുന്നത് പോലെ. എല്ലാവരുടെയും അൻഷ് സൂര്യയുടെ മാത്രം അച്ചുവാണ്. അച്ചു. ആദി വീണ്ടും വിളിച്ചത് ഒരു കാറ്റുപോലെ പാഞ്ഞു ചെന്നവനെ വരിഞ്ഞു മുറുക്കി കരഞ്ഞു പോയിരുന്ന അൻഷ്. ആദ്യം കണ്ണു നിറച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. രുദ്രനും അതെ. അനിയന്മാരെ ഒന്നിച്ചു കണ്ടതിന്റെ സന്തോഷം അവനിലും കണ്ണീരായി നിറഞ്ഞു. ഉള്ളിലെ സന്തോഷം അതിന്റെ പീക്കിലെത്തി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അൻഷ് ഓരോ നിമിഷവും. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ജീവന്റെയും ജീവിതത്തിന്റെയും ഭാഗമായ രണ്ടുപേരെയും ഇപ്പോൾ തിരികെ കിട്ടിയിരിക്കുന്നു. ഉറക്കെ കരയാനും ചിരിക്കാനും ഒക്കെ തോന്നിപ്പോകുന്നുണ്ടായിരുന്നു അവന്. പ്രായത്തിൽ മുതിർന്നാണ് രുദ്രനും സൂര്യയെങ്കിൽ പോലും മൂവര് നല്ല സുഹൃത്തുക്കൾ കൂടി ആയിരുന്നു. രുദ്രനോട് വലിയേട്ട റെസ്പെക്ട് രണ്ടുപേർക്കുണ്ടെങ്കിൽ പോലും സൂര്യ അൻഷൊരിക്കലും ഏട്ടായെന്ന് വിളിച്ചിട്ടില്ല. പരസ്പരം തുറന്നു പറയാത്ത ഒരു രഹസ്യവും ഉണ്ടായിട്ടുമില്ല. അവന് പിരിഞ്ഞു പോവേണ്ടി വന്നപ്പോൾ അനുഭവിച്ച വേദന, തങ്ങളുടെ പാതിയായവനില്ലാതെ വിഷമിച്ച നാളുകൾ, ഒടുക്കം ആ സന്തോഷം നിറഞ്ഞ ജീവൻ തിരികെ കിട്ടുമെന്നായപ്പോൾ ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ അവൻ എന്നേക്കുമായി അകറ്റിക്കളഞ്ഞപ്പോൾ ചങ്ക് തകർന്നു കരഞ്ഞു പോയത്. ആ ഒരു ചിന്ത ഉള്ളിലൂടെ പാഞ്ഞു പോയതും അൻഷൊരു ഞെട്ടിലൂടെ കണ്ണുകൾ വലിച്ചൂർന്നുകൊണ്ട് അവനെ നോക്കി. സൂര്യ, നീ എങ്ങനെ ആദിത്യവർമ്മ? ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്നവനോട് എന്ത് ചോദിക്കണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അൻഷിന്. ആദിയുടെ മുഖ ആ ചോദ്യത്തിൽ വലിഞ്ഞു മുറുകുന്നതും ദേഷ്യത്തോടെ മുഷ്ടിയുരുട്ടി പിടിക്കുന്നതെല്ലാം അൻഷൊരു കൗതുകത്തോടെ നോക്കി നിന്നു. അവനറിയുന്ന സൂര്യ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ദേഷ്യമില്ലാതെ, ആരോടും മുഖം കറുപ്പിക്കാതെ, സാത്വിക ഭാവമുള്ളവൻ.